നമസ്കാരം. ഇത് പൊളിറ്റിക്സ് അല്ല കേട്ടോ. പൊളിറ്റിക്സിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല, ഒരു താല്പര്യമില്ല. ഞാൻ ആരുടെയും ഭാഗത്തുമല്ല. എല്ലാം നന്ന് എൻ്റെ മൈൻഡ് അതാ. ഇപ്പം എമ്പുരാണ്. ഞാൻ ഇത്ര ദിവസം മിണ്ടാണ്ടിരുന്നതാണ്. ഇപ്പം 17 വെട്ട് വെട്ടിയെന്ന് പറഞ്ഞു. ഗോകുലം ഗോപാലൻ ഒക്കെ പേടിച്ച് കുറച്ച് ഇടി വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. ഇപ്പം സത്യത്തിൽ എന്താണെന്നാ, 40-45 കൊല്ലം സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിനെ പറ്റിച്ചതാണ് പൃഥ്വിരാജന്, രായപ്പൻ. അതായത് മോഹൻലാലിനെ ഇപ്പോൾ ഒന്ന് കഴുകിയെടുക്കണം. ഈ 45 കൊല്ലം സർവീസുള്ള ഇത്ര ബിഗ് ബഡ്ജറ്റ് സിനിമ ഓരോ ഇതിലും ഇവരൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കണം. അല്ലാണ്ട് വെറും സ്ക്രിപ്റ്റ് ഇയാളുടെ സീൻ മാത്രം അഭിനയിച്ച് ഇയാളാണ്ട് പോയി. എന്താ ഈ മലയാളികളൊക്കെ പൊട്ടന്മാരാ. മോഹൻലാലിനെ, അതായത് ഇതിൻ്റെ ഒരു എന്താ പറയുക, പ്രിവ്യൂ ഷോ ഉണ്ടാവില്ല, അതുവരെ പൃഥ്വിരാജ് ബ്ലോക്ക് ചെയ്ത് വെച്ച്. എന്തിനാന്നോ, ഇതിൻ്റെ രഹസ്യ സ്വഭാവം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത്. ജനങ്ങളെ വിട്, മോഹൻലാലിനൊക്കെ രായപ്പം പറ്റിച്ചാണോ? ആരോടാണ് ഈ പറയണത്? സംഗതി ഇത്രയും പണി പാളുമെന്ന് മോഹൻലാലും വിചാരിച്ചില്ല. ഈ ലൂസിഫറിലൊക്കെ വന്ന പോലെ ആണ്ട് കയ്യടി മേടിച്ചാൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൽ പണി പാളിപ്പോയി. ഇതിൽ വരുന്ന ഡയലോഗുകളും സ്ക്രിപ്റ്റും ഒക്കെ എത്ര വട്ടം ഇവർ നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ല. ഇവരുടെ മോണിറ്ററിലൊക്കെ ഓരോ ദിവസം ഇത് ചെയ്യണതൊക്കെ ഇവർ ശ്രദ്ധിക്കാണ്ട് വെക്കില്ല. അതിനൊക്കെ ഇപ്പോൾ സംവിധാനമുണ്ട്. അല്ലാണ്ട് മോഹൻലാൽ ഷെഡ്യൂൾ പ്രകാരം പോയിട്ട് അങ്ങനെ അഭിനയിച്ച് പോകുന്ന പാവം ഒന്നും അറിയാത്ത പെൺകുട്ടി വരക്കാത്ത പെറ്റ് കിടക്കണമെന്ന് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത്? ഈ മോഹൻലാലിനെ കഴുകിയെടുക്കണം. ഇപ്പം സാജൻസ്കറിയ, അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ വൈറ്റ് വേഷം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ലെഫ്റ്റനൻ്റ് കേണൽ പദവി പോകും. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഒരു സിനിമയിൽ അഭിനയിച്ച ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യം? ഈ പട്ടാളത്തിലൊക്കെ ലെഫ്റ്റനൻ്റ് കേണൽ പദവി എന്ന് പറഞ്ഞാൽ അതൊക്കെ കഷ്ടപ്പെട്ട് നേടണതാണ്. അല്ലാണ്ട് ഓരോ സിനിമയിൽ ഇങ്ങനെ സിനിമ അങ്ങനെയൊക്കെ എത്ര സൈനിക സിനിമകൾ നടക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ കേണൽ പദവി കൊടുക്കുക. ഇപ്പം അതൊക്കെ പിടുത്തം വിടുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എസ്കേപ്പ് ആക്കി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പൃഥ്വിരാജിന് പ്രാന്താണ്. കാരണം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ, ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ വെറും ശബ്ദ കോലാഹലങ്ങളും ഒച്ചയും ബഹളവും ടെക്നിക്കും ഒക്കെ കൊണ്ട് നമ്മളെ കുറച്ച് നേരം ഒരു വട്ട് പിടിപ്പിച്ചിരുത്തുക. അവന് പ്രാന്താണെന്ന് പറയാൻ കാര്യം ഈ ലൂസിഫറിൻ്റെ അവസാന രംഗമെന്ന് ആലോചിച്ച് നോക്കിയാൽ ക്രോസ് ഫയറിങ് നടക്കണം. 2 കൊട്ടേഷൻ ടീമുകൾ തമ്മിൽ വെടിയും പാടയും അടിയും. അതിനിടയ്ക്ക് ഒരു സോഡയും കാണിച്ച് ക്യാമറ ഡാൻസിന് കളിക്കാം. പാട്ട് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒരു ഡയറക്ടർ അല്ലെ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഭീകര രംഗം, ഒരു ഫയർ നടക്കുന്നത് എന്താ അവനും വിചാരിച്ച്? വെടി വെച്ച ആൾക്കാരെ പരസ്പരം കൊല്ലണ സ്ഥലത്താണ് ഇവള് ഷഡിട്ട് ഡാൻസ് കളിക്കുക. എനിക്കിപ്പോൾ ആ പാട്ട് ആലോചിക്കുമ്പോൾ ഇവന് ഓർമ്മ വരും. ഇപ്പം ഇവൻ്റെ പേരെന്താ? ഇവൻ സംഖ്യയല്ല, സോറി, ഇവൻ സുഡാപ്പിയായി. മട്ടാഞ്ചേരി മാഫിയ. എന്തൊക്കെ ആയാലും ഇവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കാൻ പോണത്? ആ സിനിമ എമ്പുരാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി കാണുമില്ല. ഇതിൽ കുറച്ച് പണി പാളിപ്പോയി. ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ അറ്റൻഷൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ 10 രൂപ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തമാശക്ക് തുടങ്ങിയ വിവാദം. അത് ക്രിസ്ത്യാനികളെ പറ്റി എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടായി. ക്രിസ്ത്യാനികളെ പറ്റി ഒരു സിനിമയിൽ പറഞ്ഞാലൊക്കെ ക്രിസ്തുവിന് എന്താ പറ്റണത്? ക്രിസ്തുവിന് നല്ല പേര് എടുപ്പിച്ച് കൊടുക്കണം. ഈ ഫ്രാങ്കോ മുളക്കലും സിസ്റ്റർ സ്റ്റെഫി പുത്രിക്കയിൽ ഇവരൊക്കെ തന്നെ ക്രിസ്തുവിന് നല്ല പേരെടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സിനിമയിൽ ഡയലോഗ് എന്നാലും ഇപ്പോൾ ക്രിസ്തുവിന് ഒരു ഇടിവും പറ്റില്ല. ഈ വെള്ളമടിച്ച കുഴിമാടങ്ങൾ ചെയ്യുമ്പോഴാണ് തെറ്റ്. ഞാൻ എന്നിട്ട് ക്രിസ്ത്യാനികളുടെ അടുത്ത് കളിക്കാൻ നിൽക്കേണ്ടത്. പിന്നെയാണ് ഇത് BJP ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സിക്ക് വന്നപ്പോൾ ഏത് സിനിമ ഇറങ്ങിയാലും ഒരു ചെറിയ തർക്കവും ഇഷ്യൂ ഉണ്ടാക്കും. അപ്പോൾ ഇതിന് അറ്റൻഷൻ കിട്ടും, ആൾക്കാർ വന്ന് ഇടിച്ച് കയറും. ഇത് പണിയാണ് പാളി. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമല്ല ഇപ്പോൾ എമ്പുരാനിലെ രംഗങ്ങൾ. അത് 17 വെട്ടി ഇനിയും വെട്ടുവെന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 ദിവസം ഹോളിഡേയ്സാണ്. അത് കഴിഞ്ഞിട്ടാണ് സെൻസറിങ് കഴിഞ്ഞ് റീസബ്മിറ്റ് ചെയ്യുള്ളൂ. എന്തും ആയിക്കോട്ടെ. പക്ഷേ മോഹൻലാലിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഇത്ര
ഒരു സിനിമയിൽ അയാൾ അഭിനയിച്ചിട്ട് ആ സിനിമയിലുണ്ടായ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നും ഒന്നും അറിയാണ്ട് അയാൾ പൃഥ്വിരാജിനെ മോഹൻലാൽ കണ്ട് വിശ്വസിച്ച് പോയി. അതിന് കുറേ പേരിങ്ങനെ പറഞ്ഞ് അത് അങ്ങോട്ട് ശരിയായി മാറും. പണ്ട് ഗീബൽസിൻ്റെ തന്ത്രമാണത്, ഹിറ്റ്ലറുടെ അനുയായി. ഒരു നുണ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അത് പിന്നെ സത്യമായി മാറും. അല്ലാണ്ടൊന്നും അല്ലത് എമ്പുരാൻ. അല്ലെങ്കിൽ എന്ത് തേങ്ങാക്കൊല്ലാണ് ഇപ്പോഴത്തെ സിനിമയൊക്കെ. വെടി കൊണ്ട് ആൾക്കാർ മരിച്ച് വീണെടുത്ത് ക്യാമറ ഷഡ്ഡിയും ബ്രേസറും ഇട്ടൊക്കെ കളിക്കണ രംഗങ്ങൾ. അതേപോലെ തന്നെ ഒരു കണ്ടെയ്നർ നോട്ട് ഈ ഇലക്ഷൻ ഇത് കൈക്കൂലി കൊടുക്കാനൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുവരുന്ന ഫണ്ടാണ്, അതാണ് കത്തിച്ച് കളയാണ്. അത് കത്തിച്ച് കൊള്ളടിച്ച് പോയെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇതുണ്ട്. തലക്ക് വെളിവെന്നല്ല പൃഥ്വിരാജിനൊക്കെ കാണാനുള്ള ലുക്ക് തന്നെ ഉള്ളു. തലേൻ്റെ ഉള്ളിലൊന്നും ഇല്ല അവനൊന്നും. ഏതായാലും ഇപ്പോൾ പുലിവാല പിടിച്ച് ലാലേട്ടനല്ലേ, ലാലേട്ടൻ എല്ലാവരും കണ്ണിലുണ്ണിയായിരുന്നു. ഇപ്പോൾ കുറേ പേര് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം, ആകെ ലഹളമയം. പൃഥ്വിരാജിനൊന്നും പോകാനില്ല, പൈസ മുടക്കിയ ഗോപാലിന് അതും കുറേ ബ്ലാക്ക് മണിയൊക്കെ ഇട്ടുള്ള റോളിങ്ങാണ്. ഇതൊക്കെ ഒരു ഗിമ്മിക്കാണ്. ക്ലബ്ബിൽ കയറി 200 കോടി ക്ലബ്ബ്, 100 കോടി ക്ലബ്ബ്, ED വരണ്, കോക്കാച്ചി വരണ്. ജനങ്ങൾക്ക് ഇതൊന്നും അല്ല പ്രശ്നങ്ങൾ, അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. കഷ്ടം. ഞാൻ അതിനെപ്പറ്റി മിണ്ടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. നമസ്കാരം.